വൈഎസ്ആർ കോൺഗ്രസ് രൂപീകരിച്ച വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് ആന്ധ്രാപ്രദേശ് സർക്കാർ 2023 മാർച്ച് 1 മുതൽ ബോർഡ് പ്രവർത്തിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിരിച്ചുവിട്ടത്. ബോർഡ് രൂപീകരിച്ചതിനെതിരെ നൽകിയ ഹർജിയിൽ ചെയർമാന്റെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. വൈഎസ്ആർ കോൺഗ്രസിന്റെ കാലത്ത് രൂപീകരിച്ച വഖഫ് ബോർഡാണ് ചന്ദ്രബാബു നായിഡു പിരിച്ചുവിട്ടത്. 2023 മാർച്ച് മുതൽ ബോർഡ് പ്രവർത്തിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 3 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും 8 നോമിനേറ്റഡ് അംഗങ്ങളും ചേർന്നതാണ് ആന്ധ്രാപ്രദേശ് വഖഫ് ബോർഡ്. ചെയർമാന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തർക്കമുണ്ടായതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഹർജി നിലനിന്നിരുന്നു. ചെയർമാന്റെ തെരഞ്ഞെടുപ്പ് നവംബർ 1 ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നിയമപ്രശ്നങ്ങൾ നിലനിന്നതിനെ തുടർന്ന് ബോർഡ് പ്രവർത്തിക്കുന്നില്ല എന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സർക്കാരിനെ അറിയിച്ചിരുന്നു. തുടർന്നാണ് 2023 മാർച്ച് മുതൽ ബോർഡ് പ്രവർത്തിക്കുന്നില്ലെന്ന നിഗമനത്തിൽ സർക്കാർ എത്തിയത്. കോടതിയിൽ കേസ് നിലനിൽക്കുന്നതും ബോർഡിൽ ഭരണപ്രതിസന്ധി ഉള്ളതുമാണ് അടിയന്തര നടപടിക്ക് കാരണം. ബോർഡ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ 2023 ഒക്ടോബർ 21 ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. തുടർ നടപടികൾ എന്തെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. വഖഫ് നിയമ ഭേദഗതി പാർലമെന്റ് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. വഖഫ് സംയുക്ത പാർലമെന്ററി കമ്മിറ്റി കാലാവധി ബജറ്റ് സമ്മേളനം അവസാനിക്കുന്നതുവരെ ദീർഘിപ്പിച്ചിരുന്നു. പുതിയ നിയമ സംവിധാനം നടപ്പിലായതിനു ശേഷമായിരിക്കും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ തുടർ നടപടികളെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. നാഷണൽ ഡെസ്ക്, ജനം.